ഹായ് ഓൾ. അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം, മുൻഷിറ വ്ളോഗിലേക്ക്. അപ്പോൾ ഞാനിന്ന് നമ്മുടെ ഒരു മുൻഷിറേനെയും കൂട്ടിയിട്ട് ഒരു ഓണാഘോഷത്തിന് വന്നേട്ടാ. അവരുടെ ആൾക്കാരാണ്, ഫുൾ ആൾക്കാർ. അവരാണ് ഇന്ന് ഇവിടുത്തെ രാജാക്കന്മാർ, രാജ്ഞിമാരൊക്കെ. എല്ലാവരും അവരുടെ വീൽ ചെയറിലാണ് കേട്ടോ. കിൻഷിപ്പ് ഓണം. അവിടെ കിൻഷിപ്പ് എന്ന് പറയുന്ന ഒരു സ്ഥാപനമാണ്. അവിടെ പിന്നെ ഇവർക്കുള്ള ഫിസിയോതെറാപ്പി, കൗൺസിലിങ്, ഇതൊക്കെ ഫ്രീ ആയിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ. പിന്നെ അവർക്കുള്ള ഇതിൻ്റെ മാമനാണ് കേട്ടോ. ഞാനും എൻ്റെ മാമനും കൂടി ഒരു സെൽഫിയൊക്കെ എടുക്കുക കേട്ടോ. അപ്പോൾ വെളിച്ചം കൊണ്ട് മുഖത്ത് ഇങ്ങനെ വെളിച്ചടിക്കുക, അപ്പോൾ എടുക്കാൻ പറ്റുന്നത് മുൻഷീറ കേട്ടോ. പിന്നെ ബാക്കിൽ ഉമ്മ, ആ കറുത്തത് മുഖത്തിട്ടിട്ട് ഉമ്മ. അങ്ങനെ എല്ലാവരും കൂടിയാണ് വന്നത് കേട്ടോ. പിന്നെ ഇവിടെ വന്നാൽ പിന്നെ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഇഷ്ടം പോലെ വളണ്ടിയേഴ്സ് കുട്ടികളുണ്ടാവും കേട്ടോ. പിന്നെ അവരുടെ കുട്ടികളൊക്കെ ചെയ്യുന്ന കൈ കൊണ്ട് പറ്റുന്ന രൂപത്തിലുള്ള അവരുടെ പിന്നെ ഓരോരോ പിന്നെ അച്ചാറ്, അതേപോലെ പലതും കുട നിർമ്മാണം, അങ്ങനെയൊക്കെ അവർക്ക് ഇവിടെ നിന്ന് പഠിപ്പിച്ച് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ചിലർക്ക് കൈ കൊണ്ടൊക്കെ നല്ലോണം പറ്റുന്ന കുട്ടികളുണ്ടല്ലോ, അവർക്കുള്ളതാണ് ഈ ചില പരിപാടികളൊക്കെ ഉണ്ട്. ചിലർ കഷ്ണങ്ങളൊക്കെ മുറിച്ച് കൊടുക്കും അച്ചാറിൻ്റെ, അവർക്ക് പറ്റുന്ന രൂപത്തിൽ. പിന്നെ ചവിട്ടി തുന്നാനൊക്കെ കഴിവുള്ളവർ ചവിട്ടി പിന്നെ ഒരുപാട് ഡ്രസ്സൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെയൊക്കെയുള്ള പല പല പരിപാടികളുണ്ട്. അതിൻ്റെ ഇടയിലൂടെ നമ്മുടെ മാവേലിയുടെ വരവേൽപ്പാണ് അടുത്തതായിട്ട്. നല്ല അടിപൊളിയായിട്ട് മാവേലി ഹെലികോപ്റ്ററിലൊക്കെ മാവേലി വന്നില്ലേ, നമുക്ക് വന്നിട്ടുള്ളത് വീൽ ചെയറിലാണ് കേട്ടോ. അടിപൊളിയാണ്. എന്നാലും മാവേലിനെ കാണാൻ എന്താ ഗ്ലാമർ എന്നറിയാം. അടിപൊളിയായിട്ട് മാവേലി കൊടയൊക്കെ ചൂടിയിട്ട് നമ്മൾ അതിനനുസരിച്ചിട്ട് അവിടെ നല്ല അടിപൊളിയായിട്ട് ബാൻഡ് മേളവും താളും തുള്ളലും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ നമുക്ക് കോപ്പിറൈറ്റ് വരുമല്ലോ എന്ന് ആലോചിച്ചിട്ട് ഞാൻ പാട്ടൊക്കെ നല്ല അടിപൊളി പാട്ടൊക്കെ ഇട്ടിട്ട് നമുക്ക് തന്നെ ക്യാമറ എടുക്കുമ്പോൾ തന്നെ ആട്ടം വരും. അങ്ങനത്തെ രൂപത്തിലുള്ള പാട്ടുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് ഇവരെ കുറിച്ചിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ഇടണമെന്നുണ്ടെങ്കിൽ നിങ്ങളതിനൊന്ന് അടിയിൽ നിങ്ങൾക്കൊക്കെ ഇവരൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നമുക്കൊക്കെ ഒത്തിരി അഹങ്കാരത്തോട് കൂടിയിട്ട് നമ്മളൊക്കെ നടക്കുന്നുണ്ടല്ലോ. ഇവരൊക്കെ ഒരുപാട് കാലം ചിലപ്പോൾ നമ്മളൊക്കെ പോലെ നടന്നവരും അതിനിടയിലൊന്ന് മലർന്നടിച്ച് വീഴുക, ചിലപ്പം ബൈക്കിന്ന് വീഴുക, ആക്സിഡൻറ്റ്, അല്ലെങ്കിൽ തെങ്ങുമെന്ന് മരത്തുമെന്നൊക്കെ വീഴുക, അല്ലെങ്കിൽ ചിലർ ജന്മനാൽ തന്നെ ഉണ്ട്. ആ മോളൊക്കെ കാണുമ്പോൾ നമുക്ക് അവർക്കൊന്നും ഒരു കുഴപ്പം തോന്നില്ല. പക്ഷേ അവരുടെയൊക്കെ എന്തിനെങ്കിലും ഒരു മിസ്റ്റേക്ക് നമുക്കൊരു കുഴപ്പമില്ലാത്തപ്പോൾ നമുക്ക് ഇവരുടെ ഒന്നും ഒരു കുറവുകളുടെ നമുക്ക് ആരെ കുറിച്ചിട്ടും ആലോചിക്കാൻ പോലും പറ്റില്ല. പക്ഷേ ഒരു ചെറിയൊരു കുറവ് ഇവിടെയൊക്കെ ഒന്ന് വന്ന് നോക്കണം, നമ്മുടെ അഹങ്കാരമൊക്കെ പറ്റിപ്പോകും. ഒന്നുമില്ല, ഒന്നും അഹങ്കരിക്കേണ്ട ആവശ്യമില്ല എന്ന് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒക്കെ മാറും. നമുക്ക് ചിലർക്ക് ഇത്തിരി സൗന്ദര്യം, അല്ലെങ്കിൽ ഇത്തിരി നാലക്ഷരം ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള ഒരു കഴിവോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇത്തിരി സാമ്പത്തികം എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെയൊക്കെ ഒരു നിലയാവസ്ഥയൊക്കെ ഇപ്പോൾ എന്തായിരിക്കും അല്ലേ. എല്ലാവരുടെ മേലെ ഒരു പുച്ഛഭാവമായിരിക്കും. ആരും ഒരു എണ്ണ വിലയൊന്നും ഉണ്ടാവില്ല. അങ്ങനെ നമുക്കിപ്പോൾ നമ്മളെല്ലാവരും വില കൽപ്പിക്കണം അങ്ങനെയൊന്നും വിചാരിച്ചിട്ടൊന്നും അല്ല കേട്ടോ. ഓരോരുത്തരുടെ ഇഷ്ടമാണ്. എന്നാലും എന്താ പറയുക, ഉപകാരങ്ങളൊന്നും ചെയ്തില്ലെങ്കിലും മറ്റുള്ളവർക്ക് ഉപദ്രവമാവാത്ത രൂപത്തിൽ ജീവിച്ച് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എല്ലാവരും. അതൊക്കെയാണ് എനിക്ക് ഇന്നിപ്പോൾ ഇവിടെ പോയപ്പോൾ കിട്ടിയിട്ടുള്ള ഒരു പാഠങ്ങൾ കേട്ടോ. കാരണം എല്ലാറ്റിനും പരസഹായം തേടിക്കൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും കയ്യും കാലൊക്കെ ഇവരുടെ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഓരോ സമയത്ത് എപ്പോഴും ആവശ്യം തന്നെ. പാവം തോന്നും. ചിലർക്കൊക്കെ ഇലക്ട്രിക് വീൽ ചെയർ ഉണ്ട്, ചിലർക്ക് അതും ഉപയോഗിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. ചിലർ ചിലപ്പം കൊക്കി ചാടിയിട്ടൊക്കെ നടക്കുന്നൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഈ കുഞ്ഞു മക്കളാണ് ഇതിന് പാട്ടിൻ്റെ ബാൻഡ് മേളൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിന് നമ്മളെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഹേ ബനാനി എന്നുള്ള പാട്ട് വൈറലായൊരു പയ്യനുണ്ട് കേട്ടോ. അപ്പോൾ അവനാണ് ഈ കിങ്ഷിപ്പ് എന്ന പരിപാടി തന്നെയാണ് അവിടെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഓണത്തിലാണ് അവന് ആ പാട്ട് പാടിയിട്ട് വൈറലായത്. പിന്നെ ഇതൊക്കെ നല്ല അടിപൊളി സോങ്ങൊക്കെ ഇട്ടിട്ടുള്ള കളികളാണ്, നമുക്ക് കൂടെ കളിക്കാൻ തോന്നും. പക്ഷേ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ഞാൻ നിങ്ങൾക്കും കൂടി കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചൊരു വീഡിയോ എടുത്തേട്ടാ. പാട്ട് അതിൻ്റെ കൂടെ ഇട്ട് കഴിഞ്ഞാൽ നല്ല രസവും കാണാൻ. കോപ്പിറൈറ്റിനെ മാത്രം പേടിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് മാമനും എല്ലാവരും കൂടെ മാവേലിയൊക്കെ കൂടെ എടുത്തിട്ടുള്ള ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊക്കെ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുപോലുള്ള വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ഗ്രൂപ്പ് സോങ് ആണ്, എല്ലാവരും കാത്തിരിക്കണം. അടിപൊളി സുന്ദരി പ്രോബ്ലം
നമ്മുടെ കിഡ്ഷിപ്പിന്റെ ഈ ഓണാഘോഷ പരിപാടിയിലേക്ക് നമ്മുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ വി.കെ. ഷാഫി എത്തിയിട്ടുണ്ട്. സന്തോഷത്തോടെ ഈ അടുത്ത് കോഴിക്കോട് 150ഓളം കിഡ്ഷിപ്പിന്റെ പ്രവർത്തകർ വിവിധ സ്ഥലങ്ങൾ സന്ദർശിക്കാൻ പോവുകയുണ്ടായി. നല്ല രീതിയിൽ ഒരു പരാതിയോ പരിഭവമോ ഒന്നുമില്ലാതെ മഴ കൈവശങ്ങൾ നടത്തി അടിപൊളി അടിപൊളി ചെറിയ വീഴ്ചയിലൂടെയും സുന്ദരിക്ക് പൊട്ട് തൊടാനായിട്ട് ആദ്യം ഒരുപാട് ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്നാലും പറ്റുന്ന രൂപത്തിലൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. പൊട്ട് തൊടുന്നത് പലയിടത്താണെന്നുള്ള സുന്ദരി വേറെ സ്ഥലത്ത് പൊട്ട് തൊട്ട് അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അവർക്ക് കള്ളമാക്കി പാട്ട് ഓണാക്കുമ്പോ ബോക്സ് അതാ ബോക്സ് ചെറുത് അതിങ്ങനെ അവർക്ക് പറ്റുന്ന രൂപത്തിലല്ല അവർ പറ്റുള്ളൂ. അപ്പോൾ ആ ബോക്സ് കൈമാറി പോകും. ശരിക്കും ചിലർക്കൊന്നും കയ്യിൽ പിടിക്കാൻ പോലും പറ്റില്ല. അപ്പോൾ അത് വീഴുമ്പോൾ അത് താഴെ വീഴുമ്പോൾ പാട്ട് അത് നല്ല രസമായിരുന്നു. ടീച്ചേഴ്സായതുകൊണ്ട് വലിയ കുഴപ്പമില്ല. മറ്റേ എന്നാലും എല്ലാവർക്കും അതിൻ്റെതായ രീതിയിൽ ഗസ്റ്റുകൾ ആരെങ്കിലും ഫുഡ് കഴിക്കാൻ ബാക്കിയുണ്ടെങ്കിൽ എല്ലാം കളറാക്കി ഒരു ചെറിയ അവനായിട്ട് ബാക്കിലുള്ള ആ സപ്പോർട്ട് കൊണ്ട് അവർക്ക് സന്തോഷമല്ലേ. അവർക്ക് പറ്റാത്ത കാര്യം ഭയങ്കര സന്തോഷമാണ്. അവരെ മറ്റുള്ളവർക്ക് ആർക്കൊരു വലിയ നമ്മൾ അവരെ നല്ല രീതിയിലൊന്നും അവരെ കാണുന്നത്